ഗൈസ് വ്ലോഗ്. ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല. പക്ഷേ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചുറ്റുമുള്ളൊരു കൃഷിത്തോട്ടത്തിനെ കുറിച്ചാണ്. എൻ്റെ അമ്മ നട്ടിരിക്കുന്ന എൻ്റെ കൃഷിത്തോട്ടത്തിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇപ്പം ചീര അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിലുണ്ടാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഇവിടെ ഒരു കുളമാക്കിയിട്ടൊക്കെ ഷീറ്റൊക്കെ കെട്ടിയൊരു മീനുണ്ട്. നമുക്ക് ഈ മീനിന് തീറ്റിയിട്ട് കൊടുക്കാം. ഇങ്ങനെ കുഞ്ഞുണ്ടകളാണ് കാണിക്ക് ഇതുപോലത്തെ കുഞ്ഞുണ്ടകളാണ് ഈ മീനിൻ്റെ തീറ്റ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് സിലോപ്പി കുഞ്ഞും പിന്നെ കരിമീൻ്റെ കുഞ്ഞുണ്ട്. അതെ, വെള്ളം ഇങ്ങനെ കുറച്ച് ഡാർക്കായിട്ട് കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. കറുത്ത മീനായതുകൊണ്ട് ഫിഷ് കറുത്തതും പിന്നെ കുറച്ച് ഗ്രേ കളറായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഗൈസ്, കുറച്ച് പക്ഷികൾ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അതുപോലത്തെ പക്ഷികളാണ് ഇപ്പോൾ കോലത്തിൽ കാണുന്നത്. ഇവിടെ അത്രയും പക്ഷികൾ മരിച്ചുപോയി. പിന്നെ നമുക്ക് മരിച്ചു അപ്പോൾ ചത്തുപോയി. അപ്പോൾ 3 പക്ഷികൾ ഇനി നമുക്ക് ടോട്ടലുള്ളൂ. താഴത്ത് ഇനി പ്രാവുണ്ട്. പ്രാവും 4 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ചത്തുപോയി. എൻ്റെ കുഞ്ഞുങ്ങളും ചത്തുപോയി. ഇതിൻ്റെ അകത്ത് മറ്റേ ലവ് ബേർഡ് എത്ര ഉണ്ടായിരുന്നു? 11 ലവ് ബേർഡ് ഉണ്ടായിരുന്നു. 12 ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പം 3 ലവ് ബേർഡ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പറന്നുപോയില്ല. പ്രാവാണ്. 2 പ്രാവേ ഉള്ളൂ. 4 എണ്ണം ഉണ്ടായിരുന്നു. 4ൻ്റെ കുഞ്ഞും ചത്തുപോയി. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് നമ്മുടെ കൃഷി കാണിച്ചു കൊടുക്കാം. ഇതാണ് മുളക്. നമ്മുടെ ഇങ്ങോട്ടൊക്കെ പറയുന്നത് ചീനി എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ പറയുന്നത് വെള്ളമുളക് എന്നായിരിക്കും. ഇതിന് വെള്ളമുളക് എന്ന് പറയും. വെള്ള കളർ. ഇവിടെ അധികമുള്ള എന്താ കാന്താരി. ഞാൻ കണ്ടേ. അപ്പം തണ്ട ഇവിടെ കാന്താരിയാണ് അധികം ഉള്ളത്. കാന്താരി നട്ട് വെച്ച് പകുതിയും ഇത് നീണ്ട മുളക് പോലത്തത്. പിന്നെ ഇത് ഉണ്ടമുളകാണ്. ഇത് ഈ സൈസിൽ വരുന്നതൊക്കെയാണ് പറിക്കേണ്ടത്. ഈ സൈസിൽ വരുന്നതാണ് പറിക്കേണ്ടത്. ഇതുപോലെയായിരിക്കും ഇതിൻ്റെ പൂവ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ ചെറിയ കൃഷിത്തോട്ടം? അതെ, നമ്മുടെ ഇവിടെ നമ്മൾ കാന്താരികളാണ് കൂടുതൽ നമ്മുടെ ഇവിടെ ഉള്ളത്. പിന്നെ ചീരകളുണ്ട്. കുഞ്ഞു കുഞ്ഞു ചീരകളാണ്. അങ്ങോട്ട് കയറാൻ കഴിയില്ല. ഒരു മിനിറ്റ്. പിന്നെ ഇവിടെ കാണിക്കാനുള്ള സംഭവമാണ് ഇത്. ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്ന സാധനം. നമുക്ക് നമ്മുടെ മല്ലിച്ചപ്പിൻ്റെ അതേ ടേസ്റ്റാണ് അതിന്. പക്ഷേ പിന്നെ അതിനകത്ത് പൂവുണ്ട്. ഇത് വെള്ളമുളകാണ്. പിന്നെ ഒരു കാര്യമുണ്ട്. ഇത്രയും ഇതിനെക്കാട്ടും ഇച്ചിരി ചെറുതായിരിക്കുമ്പോൾ നമ്മൾ പറിക്കണം. ഓരോന്നിനും ഓരോ ഇതാകുമ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കണം. പിന്നെ ഇനി അമ്മൂൻ്റെ കൃഷിയാണ്. അമ്മൂൻ്റെ ചീരകൃഷി കിളുത്ത് വരുന്നതേ ഉള്ളൂ. അമ്മൂൻ്റെ ചീരകൃഷി ഫുള്ള് എലി വേറിയിട്ട് അതെല്ലാം. കൂടാതെ ഒരു മുളകൻ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ വാടിപ്പോയിരിക്കുന്നു ഗൈസ്. വെയിലായതുകൊണ്ട് വാടിപ്പോയിരിക്കുന്നു. പിന്നെ നമ്മുടെ ചിലതെല്ലാം വാടിപ്പോയിരിക്കുന്നു. പിന്നെ നമ്മളിത് ഇവിടെ തക്കാളി പാകിയിട്ടുണ്ട്. പിന്നെ ഇതൊരു തരത്തിലുള്ള മുളകാണ്. ഞാൻ മുളകിന് പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാന്താരി. കാന്താരി. നല്ല എരിവുള്ള റംബൂട്ടാനുണ്ട്. നമ്മുടെ സ്വന്തം കുരുമുളക് കൃഷി. എൻ്റെ അമ്മച്ചിയാണ് ഇതൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത്. പകുതി അമ്മച്ചിയും പകുതി അമ്മയാണ് കൃഷി ചെയ്യുന്നത് ഇവിടെയൊക്കെ. കുരുമുളക് ഇതുപോലെ നല്ല എരിവ് വരുമ്പോഴാണ്, ഒരു ചുമന്ന കളർ വരുമ്പോഴത്തേക്കും എടുത്ത് പൊടിയണം ഗൈസ്. എല്ലാ കാലത്തും എല്ലാ കാലത്തും കുരുമുളക് ഉണ്ടാകും. ചിലതൊക്കെ വാടി നിൽക്കുമെങ്കിൽ ഇപ്പം പിന്നെ കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്കും അത് നല്ല കുരുമുളക് ഉണ്ടാകുന്നതാണ്. മാറിയില്ലാത്തതാണ്. ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഞാൻ ഇവിടെ കാണുന്നതാണ്. എന്താണ് അമ്മ ഇത്? പയർ. ഓക്കെ, ഇതിൽ കുറേ പയറുണ്ട്. ഈ പയർ കിളുത്ത് വരണം. അപ്പോഴേ നമുക്ക് ഇത് കുരുമുളക്. ഞാൻ പന്നിയൂർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. കടയിൽ നിന്ന് വാങ്ങി വെച്ചപ്പോൾ വെച്ച പോലെ തന്നെ ഇരിക്കുന്നത്. പുതിയ ഔഷധ സാധനമാണ് കട്ടാവാഴ. ഇത് അടിച്ച് സ്പ്രേയിൽ വെച്ചിട്ട്
സ്പ്രേയിൽ വെച്ചിട്ട് അടിക്കും അമ്മ മുഖത്തും എല്ലാത്തിലും അടിക്കും. പിന്നെ കുറേ ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ വാടിപ്പോകുന്നു, എപ്പോഴും വാടിപ്പോയെന്ന് ഞാൻ കണ്ടതാണ്. ഇതെല്ലാം നമ്മുടെ കറ്റാർവാഴ കൃഷിയാണ്, കൾട്ടിവേഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം നിൽപ്പുണ്ട്, കാണിക്കട്ടെ. പച്ചച്ചീര. എന്താണ് അമ്മേ? അത് പച്ചച്ചീരയുടെ അരി, ഇത് പച്ചച്ചീര. ഇത് നമ്മൾ പച്ചച്ചീര. എന്താണെന്ന് വെച്ചാൽ ഈ കറുത്ത സാധനമാണ് ഈ ചീരേൻ്റെ ഇത്. ഈ മറ്റേ ഇത് അതൊന്നുമല്ല, അരിയാണ്, ചീരവിത്താണ്. പിന്നെ ഈ കറുത്ത സാധനമാണ് ശരിക്കും വളർന്നു വരുന്ന വിത്ത്. അവിടെ ഇട്ടോ. ഇതിലേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ കിളുത്ത് വരും. ഫ്രൂട്ട് തൈ ഉണ്ട്, ഇഷ്ടംപോലെ എൻ്റെ കുറേ മിറാക്കൽ ഫ്രൂട്ട് പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഞാനിത് തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കുരുകളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇടും. അപ്പം തന്നെ ഇത് വളർന്നു വരും. അപ്പം ഇത് കുറച്ച് വർഷങ്ങളായി കാണും, കുറച്ച് വർഷങ്ങളായി മുമ്പേ ഇട്ടതാണിത്. പക്ഷെ ഇത്രയും വളർന്നിട്ടുള്ളൂ. ഒന്ന് കഴിയുമ്പോൾ നമുക്ക് നാരങ്ങ കുടിച്ചാലും അത് മധുരം പോലെ തോന്നുകയുള്ളൂ. പിന്നെ കുറച്ച് 10 മണികളുണ്ട്. അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ മണ്ണിട്ടിട്ട് ഇത് നട്ടു. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 10 മണി ചെടികൾ മുറിച്ച് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഒരു മറ്റേ തൂക്കിയിടുന്ന പോലത്തെ ഇതിൽ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇതാണ് 10 മണി ചെടി എന്ന് വെച്ചാൽ. ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. ാക്കി കഴിഞ്ഞാൽ ഫുൾ കോവലാണ്. ഫുൾ കോവലാണ് ഗായ്സ്. ഇവിടെ മൊത്തം കോവലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എല്ലാം നമ്മുടെ ഇതിൽ ഡെയിലി കോവയ്ക്ക ഉണ്ടാവും. ഇന്നലെ 1 കിലോ പറിച്ചതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ പിഞ്ച് പറിച്ചു തരാം. ഇതിങ്ങനെ പിഞ്ച് പറിച്ചിട്ട് നമ്മൾ തിന്നാൻ കൊടുക്കും. ഇതിന് നല്ല ടേസ്റ്റ് ആയത് കണ്ടോ ഗൈസ്. ഇതാണ് പിഞ്ച്. പിന്നെ നമ്മൾ തിന്നും. അത്യാവശ്യം ഒരു ചവ മാത്രമേ ഉള്ളൂ. നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. ചുമ്മാ നമ്മളിങ്ങനെ അലുത്ത് ഇത് തിന്നൂലേ, കോലുമുട്ടായി അലുത്ത് ഇത് തിന്നുമ്പോൾ ഇങ്ങനെ നാക്കിലിങ്ങനെ വെച്ചാക്കൂലേ, അപ്പം തിന്നുന്ന പോലത്തെ ഒരു സുഖമാണ് വരുന്നത് തിന്നുമ്പം. അപ്പം അതാ ഇവിടെ ഇതിൽ ചീരയുണ്ട്. പിന്നെന്താ, നമ്മളവിടെ എല്ലാം കോവൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് കിണറിൻ്റെ അല്ല, ഇത് നമ്മൾ മറ്റേ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു. ഇത് നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് വാഴ നട്ടു. ചെറിയ വാഴയായിരുന്നു. നമ്മളിത് കൊണ്ട് നട്ടപ്പോൾ ഇത് ഇത്രയുള്ള വാഴയായിരുന്നു, ഇത്രയും പൊക്കമായി. ഈ വാഴയുടെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ. ഇതെന്താ അമ്മേ? ഇവിടെ ഒരു സംഭവമുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയൽ ചെവി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ഇത് മോയൽ ചെവിയനല്ല. അതെ. ആണോ? ഇത് പൂവാങ്കുറുന്നല്ലേ? അല്ല, മോയൽ ചെവിയനാണ്. ഇതിൻ്റെ പൂവ് കൂടാതെ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പൂവ് വിടർന്നു കഴിഞ്ഞാൽ അപ്പൂപ്പൻ താടീൻ്റെ ഇതുപോലെ ഇരിക്കും. എന്തായാലും ഇതെന്തോ ഒരു ഔഷധച്ചെടിയാണിത്. ഔഷധച്ചെടിയാണ്. നീട്ടത്തിലൊക്കെ കുരുമുളക് കൃഷി ചെയ്യാൻ കഴിയും. ഈ നീട്ടത്തിലൊക്കെ വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു പഴം കുറേ നീട്ടത്തിൽ ഇരിക്കുന്നു, അതുപോലെ ഇത്രയും നീട്ടത്തിൽ പഴക്കൊല കുറേ നീട്ടത്തിലിരിക്കുന്നു, വലിയ നീട്ടത്തിലിരിക്കുന്നു, അതുപോലെ വരും. ഇനി നീട്ടം വെക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുരുമുളക് കുറച്ച് വാടി കഴിയുമ്പോഴത്തേക്ക്, കുറച്ച് ഒരു ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി തിന്ന് നോക്കണം. എന്നിട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മളിത് പൊടിക്കണം. കുരുമുളക് പഴുക്കും. ഈ കുരുമുളക് പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കി പൊടിക്കണം. അതാണ് നമ്മൾ പെപ്പർ പൗഡർ. ഒരു കാര്യം പറയട്ടെ. അപ്പം നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അവിടെയുണ്ട് കുരുമുളക് കൃഷിയുണ്ട്, കുറച്ച് കുരുമുളക്. നമുക്കത് കാണിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ട് വളരുന്നുമുണ്ട്. ഇത് കെട്ടി നിർത്തിയേക്കുവാണ്. ഇത് ചാഞ്ഞു പോയിട്ട് കെട്ടി നിർത്തിയേക്കുവാണ്. പിന്നെ ഇത് അവിടെ എല്ലാം നിറയെ വാഴയാണ്. വാഴക്കൃഷി. നമ്മുടെ അമ്മച്ചി ഇപ്പൊ ഇവിടെ ആത്തച്ചക്ക പറിക്കാൻ പോവുകയാണ്. ചിലവരൊക്കെ ഇതിന് സീതപ്പഴം പേരാണ്. ഇത് സീതപ്പഴം അല്ല. ഒന്നോട് ഞാൻ പറയുകയാണ്, എന്റെ അമ്മച്ചി ആത്തച്ചക്ക പറിക്കുകയാണ്.
ഇവിടെ ഫുള്ള് നമ്മളുടെ വാഴയാണ്. വാഴ. യെസ് ഗായ്സ്, വാഴ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ വാഴപ്പഴം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കാപ്പി. പിന്നെന്താ കാപ്പി എവിടെയാമോ വേറെ ഉള്ളേ? കുറച്ച് കാപ്പിയുണ്ട്. ഇവിടെയുണ്ട്. നമ്മൾ കാപ്പി എല്ലാം ഒരു മൂത്ത സൈസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിക്കാൻ എടുത്തിട്ട് കാപ്പിക്കുരുവായിട്ട് എടുക്കും. മൂത്ത് പഴുത്ത് കഴിയുമ്പോഴാണ് ചുമന്ന കളർ വരുന്നത് ഗൈസ്. നമ്മൾ കാപ്പിക്കുരു എല്ലാം പറിച്ചു കഴിഞ്ഞല്ലേ? അതെ, നമ്മൾ അപ്പോൾ അത് ഇവിടെ കുറച്ചും കൂടി കുരുമുളകൊക്കെ നട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഒരു ചെറിയൊരു സൈസാണിത്. ഇത്രയൊരു ഭാഗത്ത് വരും. ഇത് കണ്ടോ? അതിന് പഴുക്കും. ഇനി ഇത് പഴുക്കും. അത്രയൊരു ഞാൻ അടുത്ത വീഡിയോയിലും ഇത് പഴുക്കുന്നത് ഇട്ട് തരാം ഗൈസ്. ഇനിയും കുറേ ചെടി തരാം ഗൈസ്. പഴുത്തതാണിത് കണ്ടോ? പകുതി മുറിഞ്ഞു വേണ്ടതാണ്. പഴുത്തതിന് നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇത് മൊത്തം കാണണം. അപ്പം നിങ്ങൾക്ക് ഓരോ അറിവ് വരും. ഓരോ ചെടികൾ ഓരോ വിധത്തിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് അറിവ് വരും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.